അതിൻ്റെ പച്ച നിത്യവഴുതന കേട്ടോ, അതിൻ്റെ വയലറ്റ് നിത്യവഴുതന കേട്ടോ. എന്താണെന്നറിയ കൂട്ടുകാരെ, ഇതാണ് ബീച്ചിലാണ് കേട്ടോ. സ്പോഞ്ച് ഗാർഡ് എന്നൊക്കെ പറയും. ഇത് കയ്പ്പാണ്, കയ്പ്പൊക്കെ ഉണ്ടോ, സുന്ദരി കയ്പ്പൊക്കെ. ഇതിൻ്റെ ഉള്ളിലൊക്കെ പുഴു വരുന്നുണ്ട് കേട്ടോ. ഈ കവറിട്ടാലും എന്തോ പ്രശ്നമുണ്ട്. നോക്കട്ടെ, ഇതിനൊരു കുത്ത് വന്നു, മഞ്ഞ കളർ വന്നാൽ മതി. അതിൻ്റെ ബേബി പടവലാണ്. ബേബി പടവലം, മത്ത, ഇതൊക്കെയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവനാണ്. കൃഷി, കോഴി, ആട് ഒക്കെ. പശു ഉണ്ടായിരുന്നു കുറേ മുന്നേ, ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ സൗകര്യമില്ല പശുവിനൊന്നും വളർത്താതെ. അപ്പോൾ കൃഷി ചെയ്യാനും സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒന്നും നിൽക്കട്ടെ വെച്ച് ഇതിന് കൊത്തു വന്നുണ്ട്. പിന്നെ കവറിടുന്നതിൻ്റെ മുന്നേ ഇതിനൊരു പുഴു വന്നിക്കണുണ്ടല്ലേ. ഇത് കവറൊക്കെ ഇട്ടതിൻ്റെ ഉള്ളിലേക്കൊരു വില്ലനെത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ അറിയില്ല. അപ്പോൾ എൻ്റെ ചെറിയ തോട്ടാണിത്. ഉണ്ടല്ലേ, എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ, ഹെൽപ്പ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാണ് കുഞ്ഞ് കയ്പയ്ക്കണം. ഇതിനും കണ്ട കുത്തിയേക്കണ ഓട്ടാക്കിക്കുള്ളത് കണ്ടില്ലേ. ഇതെന്തോ ജീവികളെ ജോലിയാണിത്. ഉറുമ്പുണ്ട് കേട്ടോ, എന്താറില്ല. ഞാൻ മരുന്നൊന്നും പഠിത്തൊന്നും തെളിച്ചു കൊടുത്തില്ല. മറ്റേ ഈ ഇത് വേപ്പണ സ്പ്രേ ചെയ്ത് കൊടുക്കലുണ്ട്, ഫിഷാമിനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കലുണ്ട്. ഇപ്പോൾ കുറച്ചായി ചെയ്തില്ല. അപ്പോൾ അതാണ് അറിയില്ല. ഇതൊക്കെ ഓല, വിരിഞ്ഞ ഓലൊക്കെ ഇങ്ങനെ ആടുകൾക്ക് ഇട്ട് കൊടുത്തിട്ട് അവർക്ക് മണ്ണ് പതക്കുന്നതിനൊക്കെ എടുക്കാനും പോലെ അങ്ങനെ ചെയ്തത്. മത്ത കവറിൽ കണ്ടിട്ടുള്ളൂ. അവിടെയൊക്കെ വെള്ളം നിൽക്കുന്നതാണ്. അവിടെ അധികം സമയമൊന്നും മത്തൊന്നും വളർത്താൻ പറ്റില്ല. തയ്യലൊക്കെ മഴക്കാലം വെള്ളം നിൽക്കാത്ത സ്ഥലം മതിയാക്കണം, മണ്ണ് നിറക്കണം. അതൊക്കെ ഫുള്ള് മണ്ണ് നിറച്ചിട്ട് ശരിക്കാക്കണം. ഇത്രയുള്ള എൻ്റെ വീഡിയോ കേട്ടോ. എല്ലാവരും ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. വലിയ ഇതൊന്നും ഉണ്ടാവില്ല.